4 5 ഡെൻഡ്രോബിയം തൈകൾ വളർത്തി ഓർക്കിഡുകളുടെ സ്വഭാവ സവിശേഷതകൾ മനസ്സിലാക്കണം. പോട്ടിൽ ഒരുപാട് മീഡിയം നിറയ്ക്കേണ്ട കാര്യമില്ല. 5 ഗ്രാം വളം 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് രാവിലെ 11 മണി വരെയുള്ള വെയിൽ ചെടിയിൽ ഓർക്കിഡ് വളർത്താൻ പലർക്കും പേടിയാണ്. ചെടികളുടെ വില കൂടുതലായതുകൊണ്ടും പെട്ടെന്ന് നശിച്ചു പോകുമോ എന്ന ഭയം കൊണ്ടും വളർത്തിയാൽ തന്നെ പൂക്കൾ ഉണ്ടാകാത്തത് കൊണ്ടുമൊക്കെയാണ് ഈ പേടി. അങ്ങനെയുള്ളവർക്ക് 4 5 ഡെൻഡ്രോബിയം തൈകൾ വളർത്തി ഒരു കോൺഫിഡൻസ് വന്ന ശേഷം കൂടുതൽ ചെടികളിലേക്കും പുതിയ വെറൈറ്റികളിലേക്കും പോകാം. അതിനുള്ള കുറച്ച് മാർഗനിർദ്ദേശങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തുടക്കക്കാർക്ക് എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്ന ഇനമാണ് ഡെൻഡ്രോബിയം. മറ്റ് ഇനങ്ങളെ അപേക്ഷിച്ച് അവ പെട്ടെന്ന് വളരും. രോഗകീടബാധ കുറവാണ്. അതുപോലെ തന്നെ മാർക്കറ്റിൽ കുറഞ്ഞ വിലയ്ക്ക് തൈകൾ ലഭ്യവുമാണ്. ആദ്യം 4 5 ഡെൻഡ്രോബിയം തൈകൾ വളർത്തി ഓർക്കിഡുകളുടെ സ്വഭാവ സവിശേഷതകൾ മനസ്സിലാക്കണം. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നേയുള്ളൂ. ചെടിയുടെ പ്രായം കൂടുന്തോറും സ്പൈക്കുകളുടെയും പൂക്കളുടെയും വലിപ്പവും എണ്ണവും ഒക്കെ കൂടി വരും. തൈകൾ നടാനായി ഒരുപാട് വലിയ ചട്ടികൾ എടുക്കരുത്. ഡെൻഡ്രോബിയം ഹോൾസ് ഉള്ള ചട്ടികളിലോ സാധാരണ ചട്ടികളിലോ നടാം. ചെടി നടാനുള്ള മീഡിയമായി കരി, ഉണങ്ങിയ തൊണ്ട് കഷ്ണങ്ങൾ, ഓട് കഷ്ണങ്ങൾ ഇവയൊക്കെ ഉപയോഗിക്കാം. പോട്ടിൽ ഒരുപാട് മീഡിയം നിറയ്ക്കേണ്ട കാര്യമില്ല. വേരുകൾക്ക് പറ്റിപ്പിടിച്ച് വളരാൻ കുറച്ച് മീഡിയം മതി. അതുപോലെ തന്നെ മീഡിയം പോട്ടിൽ അമർത്തി നിറയ്ക്കരുത്. ഇടയിൽ എയർ പോക്കറ്റ്സ് ഉണ്ടാവണം. എങ്കിലേ വേരുകൾക്ക് നന്നായി വളരാൻ സാധിക്കൂ. എൻ്റെ വീഡിയോകളുടെ അടിയിൽ ഏറ്റവും അധികം വരുന്ന കമൻ്റാണ് ഇത്രയധികം പൂക്കൾ ഉണ്ടാകാൻ എന്ത് വളമാണ് കൊടുക്കുന്നതെന്ന്. ഞാൻ എല്ലാ ഓർക്കിഡ് ചെടികൾക്കും 19-19-19 NPK ഫെർട്ടിലൈസറാണ് കൊടുക്കുന്നത്. 5 ഗ്രാം വളം 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ഇലകളും തണ്ടുകളും വേരുകളും നനയത്തക്ക വിധം ആഴ്ചയിലൊരിക്കൽ ചെടികൾക്ക് കൊടുക്കാം. വളത്തിൻ്റെ അളവ് ഒട്ടും കൂടരുത്. പൂക്കാൻ വളം കൊടുക്കുന്ന പോലെ തന്നെ പ്രധാനമാണ് ആവശ്യത്തിന് സൂര്യപ്രകാശം കിട്ടുക എന്നുള്ളത്. രാവിലെ 11 മണി വരെയുള്ള വെയിൽ ചെടിയിൽ നേരിട്ട് പതിച്ചാൽ ചെടികൾ നന്നായി പൂവിടും. കൂടുതൽ വെയിലുള്ള സ്ഥലത്തിരുന്നാലും ചെടികൾ പൂവിടും. പക്ഷേ ഇലകൾക്ക് മഞ്ഞ നിറം ഉണ്ടാവുകയും കൊഴിഞ്ഞു പോവുകയും ചെയ്യും. തീരെ വെയിൽ കിട്ടാതിരുന്നാൽ ചെടികൾ ഇളം പച്ച ഇലകളോടെ ആരോഗ്യത്തോടെ വളരും. പക്ഷേ പൂക്കൾ ഉണ്ടാകില്ല. നടാൻ ഉപയോഗിച്ചിരിക്കുന്ന മീഡിയം അനുസരിച്ച് വേണം നനകളുടെ ഇടവേള. കരിക്ക് കൂടുതൽ വെള്ളം പിടിച്ചു നിർത്താൻ കഴിവില്ലാത്തതുകൊണ്ട് ഞാൻ രാവിലെയും വൈകിട്ടും നനയ്ക്കും. നനയ്ക്കുമ്പോൾ പൂക്കളിൽ വെള്ളം വീഴരുത്. ചെടികളുടെ ഇടയിൽ നല്ല വായുസഞ്ചാരം ഉറപ്പാക്കുന്നത് രോഗകീടബാധ കുറയ്ക്കാൻ സഹായിക്കും. ഓർക്കിഡിൽ പൊതുവെ കീടശല്യം കുറവാണ്. പരിസരം വൃത്തിയായി സൂക്ഷിക്കുന്നതും ചെടികൾ സ്റ്റാൻഡിൽ വെക്കുകയോ തൂക്കിയിടുകയോ ചെയ്യുന്നതും ഒച്ചിൻ്റെ ശല്യം കുറയ്ക്കാൻ സഹായിക്കും. മഴക്കാലത്ത് ഇലകളുടെ ഇടയിലും ക്രൗണിലും വെള്ളം കെട്ടി നിൽക്കുന്നത് ഫംഗസ് ബാധയ്ക്ക് ഇടയാക്കും. ചീഞ്ഞു തുടങ്ങിയ ഭാഗങ്ങൾ നീക്കം ചെയ്ത് ഏതെങ്കിലും കുമിൾനാശിനി പ്രയോഗിച്ചാൽ ചെടികളെ രക്ഷിച്ചെടുക്കാം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് കുറച്ച് ചെടികൾ വളർത്തി നോക്കൂ. 100% സക്സസ് ആകുമെന്നുള്ളത് ഉറപ്പാണ്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.